ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കും. ഇപ്പോൾ ചൂട് കാരണം പുറത്തിറങ്ങാനും വേല, പാമ്പിനെ പേടിച്ച് കിടന്നുറങ്ങാനും വേലാത്തൊരവസ്ഥയാണ് നമ്മുടേത്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ആറ്റിൻ്റെ തീരമാണ് ഇത്. കണ്ടാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടുപിറകിലായിട്ട് ആറാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീടിൻ്റെ ഒരു പഴയ ഒരു റൂമിൻ്റെ മുകളിലായിട്ട് അടിപൊളി ഒരു പാമ്പ് വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഒച്ചയും ബഹളം കേട്ട് അതിറങ്ങിപ്പോയെങ്കിലും നമുക്ക് നമ്മുടെ പരിസരങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ വീടിൻ്റെ പരിസരത്ത് ഇതൊന്നും കയറി വരത്തില്ല. അതിന് വേണ്ടിയിട്ടൊരു ടിപ്പാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആ ടിപ്പ് ഇതാണ്. ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഞാൻ നമ്മുടെ കറുവാപ്പട്ട പൊടിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ചെയ്ത ടിപ്പാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് നിങ്ങളിങ്ങനെ വീടിൻ്റെ പരിസരങ്ങളിലും കാടുള്ള പ്രദേശങ്ങളിലും എല്ലാം ഇങ്ങനെ കൊണ്ടൊഴിക്കണം. ആ വശത്തുനിന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരത്തില്ല. അതങ്ങനെ അങ്ങ് പൊക്കോളൂ സ്മെല്ലടിച്ചിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത്. ഇപ്പം ഞാൻ ആ ബൗളിലേക്ക് കുറച്ച് ഏറെ തന്നെ ഒരു 1/4 കപ്പോളം ഞാൻ ആ കറുവാപ്പട്ട പൊടിച്ചത് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം ഒന്ന് ഒഴിച്ച് നല്ല സോക്ക് ചെയ്യാൻ വെക്കുന്ന പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തലേന്ന് വൈകുന്നേരം വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലപോലെ സോക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്മെല്ലെല്ലാം അങ്ങ് ഇറങ്ങും. അപ്പോൾ ഇതിൽ തന്നെ വെള്ളം ഒഴിച്ച് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്ന അതേ അളവിൽ തന്നെ വിനാഗിരിയാണ്. ഈ വിനാഗിരിയുടെ മണവും അതുപോലെ തന്നെ നമ്മുടെ കറുവപ്പട്ടയുടെ മണവും ഒന്നും ഈ പാമ്പുകൾക്കൊന്നും ഇഷ്ടമല്ല. ആ സ്മെല്ലടിച്ചിട്ട് പരിസരത്തുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകും. അതിന് നമ്മൾ കൊല്ലാനോ എടുക്കാനോ ഒന്നുമല്ല. ഇത് നമ്മുടെ വീടിനുള്ളിൽ കയറി വരരുത്. അതിന് നമ്മുടെ ഈ ഭിത്തി വരിയൊക്കെയാണ് ഇപ്പം പാമ്പുകൾ കയറി വരുന്നത്. അപ്പോൾ എല്ലാം സ്പ്രേ ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ ആ സ്മെല്ലടിച്ചിട്ട് വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒന്നെടുത്ത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളം വേണമെങ്കിലും ഒഴിച്ച് വെക്കാം. ഞാൻ പച്ചവെള്ളം തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ഫുള്ള് ഞാൻ പച്ചവെള്ളം എടുത്തിട്ടുണ്ട്, നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്നൊരു ബക്കറ്റ് നിറച്ചായിരുന്നു ഇത് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കറുവാപ്പട്ട, വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാത്രം ചെയ്താലും മതിയാകും. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വരത്തില്ല ഇത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സന്ധ്യ സമയത്ത് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ചെയ്തിട്ട് ഇങ്ങനെ വീടിന് 4 വർഷം നമ്മൾ ഒഴിക്കുക, കാടുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ ഒഴിക്കുക. ഇത് കണ്ടില്ലേ, നമ്മുടെ ആറിൻ്റെ പുറകുവശത്താണിത്. ഇപ്പോൾ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടിട്ട് പോലും ഇത് കയറി വന്നു. ഭയങ്കര കാടായിട്ട് കിടക്കുക. നമ്മൾ ആളെ നിർത്തി ഇത് ക്ലീൻ ചെയ്തിട്ട് പോലും ഇതിങ്ങനെ കയറി വന്നെങ്കിൽ ഭയങ്കരമാണ്. നമ്മുടെ വീടിന് പുറകിലൊരു ചെറിയൊരു പഴയ ബാത്റൂം ആയിരുന്നു. ആ ബാത്റൂമിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന നില അടച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലാണ് വടം കെട്ടി വെച്ചിരിക്കുന്ന പോലെ വലിയ കയറിൻ്റെ രീതിയിൽ ചുറ്റി കെട്ടി അതിൻ്റെ ഷീറ്റിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ താഴെ നിന്ന് തൂക്കുന്നുണ്ടായിരുന്നു. ഞാനിതൊന്നും കണ്ടില്ല. അടുത്തുള്ളവർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനിത് അറിഞ്ഞത്. ഞാൻ ഓടി. അതിന് ശേഷം അതിൻ്റെ ഒച്ചയും സൗണ്ടും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് ചാടി ഓടി ഒരു പൊത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതാണ് ആ ഒരു ബാത്റൂം. വലിയൊരു ബാത്റൂമാണ്. നമ്മൾ അതിന് ഉപയോഗിക്കുന്നൊന്നുമില്ല, അങ്ങനെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ മുകളിലാണ് ഇത് വന്നിരുന്നതും. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ തന്നെ ഇറങ്ങി താഴോട്ടൊരു പൊത്തിൻ്റെ ഉള്ളിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ അവിടെ ചെടികൾ അങ്ങനെ ഒരുപാട് ചെടികളൊന്നും ഇല്ലെങ്കിലും നല്ല ക്ലീനായിട്ട് തന്നെയാണ് ഞാൻ അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു സൈഡുകളിലെല്ലാം ഇങ്ങനെ കൊണ്ട് ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ ഭിത്തിയോട് ചേർന്നിട്ടാണ് കൂടുതൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. കാര്യം ഭിത്തി വഴി നമ്മുടെ മുകളിലേക്ക് ഇത് കയറി വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും വീടിൻ്റെ പിറകിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തളിച്ചിടുക. ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ ചെയ്യുവാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ മതിയാവും. ആ ഒരു സ്മെല്ല് അങ്ങനെ കിടക്കും. ഇപ്പോൾ നല്ല ചൂടല്ലേ, ഈ ചൂട് കാരണമാണ് ഇതിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ ചെടികളൊക്കെ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളെ ഒന്ന് ഇറക്കി വിടുക. പൂക്കൾ പറിക്കാനോ ചെടികൾ പറിക്കാനോ കാട് പറിക്കാനോ ഒന്നും വിടരുത്. കാര്യം അത് ഭയങ്കര ദൂഷ്യമാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നല്ല അലങ്കരിച്ച് പൂക്കളും ഒക്കെ, ഈ വള്ളി പോലത്തെ പൂക്കളൊക്കെ വെക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരിക്കും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും. അങ്ങനെയുള്ള ഒന്നും ചെയ്യരുത് കേട്ടോ. കാര്യം നമ്മുടെ ഈ മുല്ലവള്ളി അതുപോലെ ഒരുപാട് പല മോഡലുകൾ ഇപ്പോൾ ചെടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, വള്ളി പോലെയൊക്കെ. പക്ഷെ അതിലൊക്കെയാണ് ഈ അപകടം നമുക്ക് പതിയിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലൊന്നും അധികം ചെടിയൊന്നും വെക്കാതെ ഈ തൂക്കിയിട്ടിട്ടൊക്കെ ചെടികളൊക്കെ അതിലൊക്കെ ഉള്ളിലൊക്കെ ഇത് കയറിയിരിക്കും. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് കൂടുതൽ അപകടങ്ങൾ ഇത് പതുങ്ങിയിരിക്കുന്നത്. ഇതിന് തണുപ്പ് പറ്റി ഇതുങ്ങൾ കയറിയിരിക്കുന്നത്. അപ്പം നമുക്ക് തന്നെ അതൊരു ദൂഷ്യമാണ്. അങ്ങനെയൊന്നും ആരും ചെയ്യേണ്ട. ഒരുപാട് കാട് പോലെ ചെടികളൊന്നും വളർത്താതെ അതൊക്കെ കുറച്ച് നമുക്ക് വളർത്താം. കാര്യം തൂക്കിയിട്ട് വീടിനുള്ളിലേക്ക് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് മരങ്ങൾ വഴിയാണ് ഇത് വെന്റിലേഷൻ ഭാഗങ്ങളിലൊക്കെ കൂടിയാണ് കയറി വരുന്നത്. അപ്പോൾ ഞാനിതേണ്ട ഞങ്ങളുടെ പരിസരങ്ങളിലെല്ലാം ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പം നമ്മുടെ ചെടികളെക്കാട്ടും കൂടുതൽ നമ്മളിവിടെ എല്ലാം കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ആ ഒരു വശമെല്ലാം നമ്മളെപ്പോഴും ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ എന്നിട്ട് എല്ലാം ഞാൻ ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മളൊക്കെ ഇറങ്ങി നടക്കുന്നതല്ലേ, അവിടെ ഒന്നും ഇത് വരാതിരിക്കാൻ സ്മെല്ലടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ വർക്ക് ഏരിയയ്ക്കുള്ളിൽ ഇതുപോലൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ പിന്നെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിനുള്ളിലൊക്കെ തണുപ്പ് പറ്റി കയറിയിരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമുക്ക് അതുപോലെ തന്നെ ഇതുപോലെ ഞങ്ങളുടെ ആ വർക്ക് ഏരിയ ഗ്രില്ലാണ് കേട്ടോ, ഇതുപോലെ വലിയ ഗ്രില്ലാണ് വെച്ചിരിക്കുന്നത്. ഒരു പച്ച നെറ്റ് വെച്ചിട്ട് ഞാനത് മറച്ച് വിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ഇങ്ങനെ ഒരു പച്ച നെറ്റ് മേടിച്ചിട്ട് ഇങ്ങനെ മറച്ചിട്ടാലും മതി. അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു പടി പോലെ ഇല്ല, അതിലേക്ക് ഞാൻ ഈ കറുവാപ്പട്ട പൊടിച്ചത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്മെല്ല്, അപ്പോൾ വീട് ഫുള്ള് കറുവാപ്പട്ടയുടെ സ്മെല്ലായിരിക്കും. സന്ധ്യാസമയത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അതുപോലെ പല്ലി പാറ്റ എലികളെല്ലാം പോകാനും വളരെ നല്ലതാണ്. ഈ കറുവാപ്പട്ടയുടെ വെള്ളം സ്പ്രേ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താലും മതി. സിങ്കിനുള്ളിലാണെങ്കിലും ഇത് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളതാണ്, ഞാൻ ചെയ്ത വീഡിയോ ആണ്, ഇതാ ടിപ്പാണ് നിങ്ങൾക്ക് കാണിച്ചപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് കറുവാപ്പട്ടയുടെ പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിസരങ്ങളിലെല്ലാം നിങ്ങൾക്ക് ആ ഒരു വെള്ളത്തിൻ്റെ കൂടെ, കറുവാപ്പട്ടയുടെ വെള്ളത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് നമ്മുടെ ഡെറ്റോൾ ഉണ്ടല്ലോ അതിടാം, വെളുത്തുള്ളി ചതച്ചിടാം. അതുപോലെ തന്നെ നമ്മുടെ പാറ്റ ഗുളികയുണ്ടല്ലോ അത് പൊടിച്ചിട്ടാണേലും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ തുണികളൊക്കെ അലക്കാൻ ഇങ്ങനെ ഒരു കൊട്ടയ്ക്കകത്തൊക്കെ കൂട്ടി വെക്കുമല്ലോ, ഇതിൻ്റെ അകത്ത് തണുപ്പ് പറ്റി കയറിയിരിക്കാൻ ചാൻസ് കൂടുതലാണ്. കഴിവതും ഇങ്ങനെ കൂട്ടി വെക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇത് നല്ലപോലെ സേഫ്റ്റി ആയിട്ട് കൊണ്ടുവെക്കുക. വെളിയിലൊന്നും കൊണ്ട് വെക്കരുത് ഇങ്ങനെ. അപ്പോൾ നല്ല സേഫ്റ്റി ആയിട്ട് വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞാൻ കറുവാപ്പട്ട ഒരു പൊടി ഒന്ന് കിഴി കെട്ടി ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കർപ്പൂരമാണെങ്കിൽ ഇട്ട് കൊടുത്ത് വെക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഇത് കണ്ടില്ലേ, ഈ ഒരു ഭാഗം കണ്ട് ബാത്റൂമിൻ്റെ മുകളിലായിട്ട് ഒരു സൈഡിലായിട്ട് നമ്മൾ ജനലുകളൊന്നും തുറന്നിടാൻ പാടില്ല. അപ്പോൾ ഈ ബാത്റൂമിൽ ഈ ബാഡ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ജനലുകളെല്ലാം തുറന്നിടും, പക്ഷെ അതുവഴിയെല്ലാം ഇത് കയറി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വാഷിംഗ് മെഷീനിൽ തുണി അലക്കി കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു സാധനം വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ തുണി ഇതിൻ്റെ അകത്ത് ഒരിക്കലും നിങ്ങളിട്ട് അടച്ച് വെക്കരുത്, ഇതിൻ്റെ അകത്തും അങ്ങനെ വരും. കാര്യം നമ്മുടെ വീടിൻ്റെ അടുത്ത് നടന്നതാണ്, വാഷിംഗ് മെഷീനകത്തും ഇതിനെ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതൊക്കെ തുണിയെ കഴിവതും തുണികളൊക്കെ അലക്കി എടുക്കുക. അല്ലെങ്കിൽ തുണി ഇതിൻ്റെ അകത്ത് ഇട്ട് വെക്കരുത് ഒരിക്കലും, നമ്മൾ അറിയാതെ പോയി കൈയിട്ടാലും അത് ദൂഷ്യമാണ്. അപ്പോൾ ഇതിന് ഈ സ്മെല്ലടിച്ചിട്ട് അതിൻ്റെ പൈപ്പ് സെറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, ആ സൈഡിലെല്ലാം ഇത് വെച്ച് കൊടുത്താൽ മതി. ആ വശത്തോട്ടൊന്നും ഇത് വരത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാം ചെയ്യാമെന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പഴയ ബാത്റൂമിൻ്റെ സൈഡിലത്തെ മുറികളാണ് ഇത് കേട്ടോ. ഈ മുറികളുടെ ഇവിടെ ഇനി വെന്റിലേഷൻ പോലെ 3 ഹോള് പോലെയായിരുന്നു കണ്ടില്ലേ. ഇതിനെ കണ്ട ഉടനെ ഞാൻ ചെയ്ത ഒരിതാണ്, ഈ നമ്മുടെ കവറിൽ പേപ്പർ ചുരുട്ടി കെട്ടി ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ച്, ഈ ഹോളിലോട്ട് കയറ്റി വെച്ചു. അങ്ങനെ എല്ലാ മുറികളിലും ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചു. കാര്യം അന്നപ്പോൾ പോയി നമുക്ക് നെറ്റ് മേടിക്കാൻ പറ്റത്തില്ലല്ലോ നടിച്ച് വെക്കാൻ, അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നെറ്റ് മേടിച്ചടിക്കുക. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ